വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലാ തഖിലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങൾ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബനൂ സലിമ ഗോത്രക്കാർ അവരുടെ വീട് മദീനത്തെ പള്ളിയോട് കുറേ പുറത്താണ്, കുറേ അകലെയാണ് അവരുടെ വീട് പള്ളിയോട് കുറേ അകലെയാണ്. എന്നാലും അവർ അവിടുത്തെ ആളുകൾ നിസ്കരിക്കാൻ അവർ പള്ളിയിൽ വരും. ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരുണ്ടാവും. അങ്ങനെ അവർ വീട് മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് മാറ്റാൻ അവർ ഉദ്ദേശിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ച് പറഞ്ഞു, ഖദ് ബലഗനി അന്നക്കും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്. നിങ്ങൾ പള്ളിയുടെ അടുത്ത് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ, നിങ്ങളെ വീട് പള്ളിയുടെ അടുത്തേക്കാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അറദിനാ ദാലിക, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും പള്ളിയായിട്ട് കൂടുതൽ ബന്ധപ്പെടാമല്ലോ, എപ്പോഴും പള്ളിയോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനി സലിമ ദിയാറുക്കും തുക്തബു ആസാറും, ദിയാറുക്കും തുക്തബു ആസാറും 2 പ്രാവശ്യം ആവർത്തിച്ച് പുണ്യ റസൂലുള്ളാഹി പറഞ്ഞു, ബനു സലിമക്കാരെ നിങ്ങളെ വീടുണ്ടല്ലോ, നിങ്ങൾക്ക് ധാരാളം നന്മകൾ രേഖപ്പെടുത്താൻ കാരണമായേക്കുന്ന ഒരു ഗേഹമാണ്, അത് മാറ്റരുതേ. നിങ്ങൾ ആ വീട് കാരണം ധാരാളം നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം 5 വക്ത് നിസ്കാരത്തിനും നിങ്ങൾ അവിടുന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ ആ വീടാണ്. അത് നിങ്ങൾ വീട് ഇന്നത്തെ പള്ളിയുടെ അടുത്തേക്കാക്കിയാൽ നിങ്ങൾക്ക് ആ നന്മ കിട്ടുകയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, നിങ്ങൾക്ക് നന്മ കിട്ടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബികുല്ലി ഖത്വത്തിൻ ദറജ, നിങ്ങൾ വെക്കുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിൻ്റെ ആ നന്മയോടുള്ള ഒരു താല്പര്യം നോക്കൂ നിങ്ങൾ. അവർ നന്മ ലഭിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗമൊന്ന് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അവർ തന്നെയാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും മഹത്വമുള്ള ആളുകൾ. അതാണ് അവരുടെ മാതൃക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനവും ഒരു പ്രചോദനവും ഒക്കെ ഇതിൽ നമുക്ക് നല്ലോണം ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.